നമസ്കാരം. ഇന്ന് രഞ്ജിത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ മാമ്പഴമായിട്ടാട്ടോ വന്നേ. ഇവിടെ ഒരു മലയാളി ചേട്ടൻ കൊണ്ടുവന്നിട്ട് മാങ്ങ മുളച്ച് നട്ട് മാവ് വളർന്ന് മാമ്പഴം ആയതാട്ടോ. ഒത്തിരി സന്തോഷം കിട്ടിയപ്പോൾ. നമ്മുടെ മരുഭൂമിയിലും മാങ്ങയും ചക്കയും ഉണ്ട് കേട്ടോ. ചക്കയൊക്കെ ആയി തുടങ്ങി. മലയാളികൾ എവിടെ ചെന്നാലും ഇതൊക്കെ സുലഭമായിട്ട് ഇനി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഉദാഹരണം. പിന്നെ പിള്ളേർ വന്ന് കളിക്കുക, അവർക്ക് മാമ്പഴം കണ്ടതിന് സന്തോഷം, മാങ്ങ ചെത്തിത്തരാനൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കുറേ മാമ്പഴമൊക്കെ ചെത്തി. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ മാങ്ങയുടെ അണ്ടിയോടെ എടുക്കുമ്പോഴത്തേക്കും നല്ലൊരു പുളിയുണ്ട് കേട്ടോ. പക്ഷേ അല്ലെങ്കിൽ കുഴപ്പമില്ല, നല്ല മധുരം തന്നെയാണ്. നല്ല മാങ്ങയായിരുന്നു. പച്ചയുണ്ട്, പഴമുണ്ട്. അതൊക്കെ ചെത്തി കഴിച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് നഗറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് മാങ്ങയുടെ ഫ്ലേവറിലുള്ള നഗറ്റ്സ് ആട്ടോ. ഞങ്ങളിത് ആദ്യമായിട്ട് മേടിക്കുകയായിരുന്നു. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു മാങ്ങ നമ്മൾ കഴിച്ച് വരുമ്പോൾ ഒരു മാങ്ങയുടെ എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്. ഞാനിത് പെട്ടെന്ന് തന്നെ ഫ്രൈയറിൽ വെച്ച് കുറച്ച് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് വെറുതെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ ചിക്കൻ കറി മാങ്ങ ഫ്ലേവറിൽ ഉണ്ടാക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ പച്ചമാങ്ങ കിട്ടിയോണ്ട് ഇനി ഉച്ചക്കത്തെ പരിപാടി ചക്കക്കുരു കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ കണ്ടുകൊണ്ട് ചക്കക്കുരു കറിയാക്കി. പെട്ടെന്ന് ചേരണ്ടി പിന്നെ മുരിങ്ങക്കോലും പച്ചമാങ്ങയൊക്കെ ഇട്ട് ചക്കക്കുരു അടുപ്പേക്ക് കയറ്റി. ഞാൻ ഓൾറെഡി ചക്കക്കുരു കറിയുടെയൊക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കിയാൽ മതി. പിന്നെ നല്ല കൊഴുവ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ കൊഴുവയും കൂടെ അങ്ങ് കഴുകി വറക്കാമെന്ന് വിചാരിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി. നല്ല കൊഴുവയായിരുന്നു കേട്ടോ. ഇപ്പം നാട്ടിലൊന്നും മീൻ കിട്ടലില്ലല്ലേ. ഇവിടെ നമുക്കിങ്ങനെ ഇവിടെ ആയതുകൊണ്ട് മീൻ കിട്ടുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ എരിവുള്ള മുളക് പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് മസാലയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ചു. അത് കഴിഞ്ഞ് മീനെടുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചു. അപ്പോഴത്തേക്കും എൻ്റെ ചക്കക്കുരു കറി അവിടെ റെഡിയായി, ചോറൊക്കെ റെഡിയായി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കാമല്ലോ എന്ന് വെച്ച് മീൻ ലാസ്റ്റാട്ടോ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചത്. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചതും കറിവേപ്പിലയും കൂടെ ഒന്ന് പകുതി മീൻ മൂത്ത് കഴിയുമ്പോൾ ഇടും. അപ്പം നല്ല രുചിയാട്ടോ ഇങ്ങനെ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇടുമ്പം. അങ്ങനെ ചോറും പാവയ്ക്കയും ക്യാരറ്റും അച്ചാറും ചക്കക്കുരു ചാറും സബോളയും എല്ലാം കൂട്ടി ഉച്ചക്കത്തെ ചോറൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നെയ്ബർ വെച്ച് നമുക്ക് കുറച്ച് കുക്കീസ് തന്നു. ഞങ്ങളിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയറൊക്കെ ചെയ്താട്ടോ കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ നൈറ്റിലെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി കയറി. അപ്പോൾ നൈറ്റ് ചെമ്മീൻ ഗ്രില്ല് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ സാലഡ്. അപ്പോൾ സാലഡിന് വേണ്ടി ആപ്പിള്, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ ഇത് സ്മോൾ പൊട്ടറ്റോ ഇല്ലേ, അല്ല സ്മോൾ ടൊമാറ്റോ ഇല്ലേ, അതാണ്. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം കൂടി എടുത്തു. അങ്ങനെ ഇതെല്ലാം നൂഡിൽസ് ഷേപ്പിൽ സ്ലൈസ് ചെയ്തെടുത്ത് അങ്ങനെ സാലഡിനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ ഈ ചെമ്മീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബട്ടറും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഇട്ട് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രയറിനകത്ത് വെച്ച് 180-ൽ ഒരു 10 മിനിറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് എടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് ഗ്രില്ല് ചെയ്ത് കിട്ടും. നിങ്ങൾ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്യട്ടോ, നല്ല ജ്യൂസി ആയിട്ട് നല്ല ഫ്ലേവറായിട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ സാലഡ് റെഡിയായി. ഇനി സാലഡിനൊരു ഡ്രസ്സിങ് വേണമല്ലോ, അതിന് വേണ്ടി ഞാൻ കേടും ടൊമാറ്റോ സോസും പിന്നെ ഉപ്പും അല്പം ബ്രൗൺ ഷുഗറും പിന്നെ ഒറിഗാനോ കൂടിയിട്ടേങ്ങനെ. ഒറിഗാനോ ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവറാട്ടോ. ഇതാണ് സാലഡിൻ്റെ ഡ്രസ്സിങ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ സാലഡ് അടിപൊളിയാണ്. പിന്നെ ഒരു പുതിനച്ചമ്മന്തി, ചെമ്മീൻ ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പുതിനച്ചമ്മന്തി റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.